നമസ്കാരം. നമസ്കാരം ഡോക്ടർ. നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യണത്. വാട്ട് ഇസ് ലാപ്രോസ്കോപ്പിക് സർജറി ഒന്ന് പറയാമോ? ശരീരത്തിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കി സർജറികൾ ചെയ്യുന്നതിന് പകരമായിട്ട് ചെറിയ ദ്വാരങ്ങൾ, അതായത് 5 മില്ലിമീറ്റർ മുതൽ 10 മില്ലിമീറ്റർ വരെ സൈസുള്ള ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി അതുവഴി വയറിനകത്തേക്ക് ഇൻസ്ട്രുമെന്റ്സ് കടത്തി ചെയ്യുന്ന സർജറികൾക്കാണ് ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഗോൾ ബ്ലാഡർ ഒരു സ്പെസിഫിക് കേസ് ആയിട്ട് എടുക്കുമ്പോൾ എന്താണ് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യണതിന്റെ ബെനിഫിറ്റ്സ്? ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ദ്വാരങ്ങൾ വഴിയാണ് സർജറികൾ ചെയ്യുന്നത്. സോ അത് കാരണം തന്നെ മുറിവുകളുടെ സൈസ് കുറവായതുകൊണ്ട് വേദന വളരെയധികം കുറവായിരിക്കും. അത് കാരണം പേഷ്യന്റിന്റെ ആംബുലേഷൻ, ഏർലി ആംബുലേഷൻ, റിക്കവറി ടൈം ഫാസ്റ്റ് ആയിരിക്കും. ഹോസ്പിറ്റൽ സ്റ്റേ കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ പേഷ്യന്റിന് നോർമൽ ആക്ടിവിറ്റീസിലേക്ക് കടക്കാനും പറ്റും. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. റിക്കവറി ടൈം കുറവായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റിന് 24 hours വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? യൂഷ്വലി റിക്കവറി ടൈം ഗോൾ ബ്ലാഡർ സർജറി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് യൂഷ്വലി ഒരു 24 hours പേഷ്യന്റിന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും.